ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. എന്നോട് കൂടെ ഇല്ലാത്തവൻ എനിക്കെതിരാണ് എന്ന വലിയൊരു പാഠം യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ അത് കണ്ടിട്ട് അവിടെയുള്ള ആളുകൾ അത്ഭുതപ്പെടുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ യേശുനാഥൻ ഈ പിശാചിനെയൊക്കെ ബഹിഷ്കരിക്കുന്നത് ബേൽസബൂൽ എന്ന് പറയുന്ന പിശാചിൻ്റെ സഹായത്താലാണ് എന്ന് പറയുകയാണ്. ഇത് യേശുനാഥനെതിരെ അവർ പറയുന്ന വലിയൊരു ചതിവിൻ്റെ അടയാളമാണ്. കാരണം ഇസ്രയേലിൽ ദൈവത്തിൻ്റേതല്ലാത്ത അത്ഭുതങ്ങളെല്ലാം പൈശാചികമായി കണ്ടിരുന്നു. കാരണം അവിടെ ഈ ചില മന്ത്രവാദികളും ദുർമന്ത്രവാദം ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം തിരുവചനം നിശിതമായി എതിർത്തിരുന്നു. നമുക്ക് പഴയ നിയമത്തിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു നിയമമൊക്കെ നിലനിന്നിരുന്നു. അപ്പോൾ യേശുനാഥൻ്റെ നന്മ പ്രവൃത്തികളെ എതിർക്കാൻ അവർ കണ്ടെത്തിയ ഒരു ചതിവാണ് യേശുനാഥൻ ചെയ്യുന്ന ഈ നന്മകളെല്ലാം പിശാചിനെ കൊണ്ടാണ് അവൻ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ. അപ്പോൾ അവനെ എതിരെ നിന്ന് അവനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നവർ ചെയ്ത ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുണ്ടാക്കിയത്. യേശുനാഥൻ പിശാചുകളെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്, അവിടുന്ന് ദൈവികമായിട്ടല്ല ചെയ്യുന്നത്. കാരണം യേശുനാഥൻ ചെയ്തിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ ഉണ്ടായിരുന്നവർക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നവയോ അവർ ഇതിനു മുമ്പ് കണ്ടിരുന്നവയോ അല്ല. അപ്പം അതുകൊണ്ട് അവർക്ക് യേശുനാഥനെ അംഗീകരിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഈ വലിയൊരു തിന്മ അവിടത്തേക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ യേശുനാഥൻ അതിനെ വളരെ സൗമ്യപൂർവ്വമാണ് എതിരിടുന്നത്. അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, പിശാചിനെതിരെ എതിർത്ത് നിന്നാൽ ആ രാജ്യം ഒരിക്കലും സ്ഥാപിതമാവുകയില്ല, അത് നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്നോട് കൂടെ അല്ലാതെ എനിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാനിടയുള്ള ഒരു തിന്മയും യേശുനാഥൻ അവരെ സൂചിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ ശേഖരിക്കുന്നതെല്ലാം ചിതറിക്കപ്പെടും എന്ന് പറയുകയാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിൻ്റെ കൂടെ അല്ല നിങ്ങളത് ചെയ്യുന്നെങ്കിൽ ആ നന്മകളൊക്കെ തിന്മകളായി മാറും. യേശുനാഥൻ ഇത് പറയാനൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഈ ലോക യുദ്ധത്തിൽ ഏർപ്പെടുന്നത് തിന്മയുടെ ശക്തിക്കെതിരെയാണ്. ഈ തിന്മയുടെ ശക്തിക്കെതിരെ പോരാടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യേശുനാഥൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ തമ്പുരാൻ്റെ കൂടെ അല്ലാതെ നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പോരാട്ടത്തിൽ വിജയം വരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തപസ്സുകാലത്തിലേക്ക് വരുമ്പോൾ ആ ചിന്ത നമുക്ക് വലിയൊരു അനുഗ്രഹം നൽകുന്നുണ്ട്. കാരണം തപസ്സുകാലത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളും നന്മപ്രവൃത്തികളും തമ്പുരാനോട് കൂടെ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് മാത്രമേ മാറുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ ശരീരത്തിൻ്റെ പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഉപവാസം ഇതൊക്കെ ശാരീരികമായ കുറേ നന്മകളായി ചുരുങ്ങിപ്പോവും. പക്ഷെ ഇവിടെ നമ്മൾ യേശുനാഥനോട് കൂടെ ചേർന്നുകൊണ്ട് തപസ്സുകാലത്ത് ഈ നന്മകൾ ചെയ്യുമ്പോൾ ഇതൊക്കെ പുണ്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെയും പ്രവൃത്തികളായി മാറുകയാണ്. ഇതൊക്കെ എന്നെ ഈ ജീവിത സമരത്തിൽ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളായി മാറുകയാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, നിങ്ങൾ എന്നോട് കൂടെ ശേഖരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യേശുനാഥൻ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ കേവലം നന്മകളായി മാറുകയുള്ളൂ. പക്ഷേ യേശുനാഥനോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ ഈ ജീവിതത്തിലെ പോരാട്ടത്തിലെ നമുക്ക് ഈ പോരാട്ടത്തിൽ ഈ തിന്മകളെ എതിരാടാനുള്ള ശക്തി കൂടെയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുനാഥനോടൊപ്പം ശേഖരിക്കുന്ന മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ തപസ്സുകാലത്ത് നമ്മുടെ പുണ്യപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന നന്മകളും ഒക്കെ തമ്പുരാനോട് കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്നവയാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.